ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AK ബ്രോ. നമ്മൾ വീണ്ടും മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു സീരീസുമായിട്ട് വന്നിരിക്കുകയാണ്. സർവൈവൽ സീരീസാണ്. ഇപ്പം നമ്മളിവിടെ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സർവൈവൽ എന്നും പറഞ്ഞ് ലോഡാവുന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ സർവൈവൽ സീരീസെങ്കിലും തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോ ഇട്ടിരുന്നു, വേറെ ഒരു സർവൈവൽ സീരീസ്, ബട്ട് അത് നടന്നില്ല. ഇത് നമ്മളിപ്പോൾ കളിക്കുന്ന ബേറ്റ വേർഷനാണ്. നമ്മളെവിടെയോ ഒരിടത്ത് സ്പോൺ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നല്ല ഒരു സ്ഥലം ബേറ്റ ആയതുകൊണ്ട് ഇച്ചിരി ലാഗുണ്ട്. നമുക്ക് നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. അത് കൂടാതെ നമുക്ക് ഷീപ്പ് വേണം. നൈറ്റ് ആവുന്നതിന് മുമ്പ് ഒരു സവാന ബയോമുണ്ട്. ദ വില്ലേജ്. വാ, നമ്മളെ വില്ലേജിൻ്റെ അടുത്താണ് സ്പോൺ ആയിരിക്കുന്നത്. സ്പോൺ പോയിന്റ് വില്ലേജിനടുത്താണ്. ഇവിടെ ഷീപ്പ് കാണുന്നില്ല. വില്ലേജിൽ പോയിട്ട് വില്ലേജിൽ നിന്ന് ബെഡ് എടുക്കേണ്ടി വരുമോ? ആ, ഇതിൽ ഇലയൊക്കെ തറയിൽ വീണ് കിടക്കില്ലേ? ഇല ലീഫ് കൊണ്ട് നമുക്ക് ഗുണം, നമുക്ക് ബോൺ മീൽ ഉണ്ടാക്കാൻ പറ്റും ലീഫ് കൊണ്ടില്ലേ, പറ്റുമെന്ന് തോന്നുന്നു. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലീഫ് കൊണ്ട് വേറെ ഒന്നും എനിക്ക് യൂസ് കാണുന്നില്ല. ബോൺ മീൽ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ലാമ ബാൻഗോളൊക്കെ ഇതിനോട് എന്തത് കൗ ഇപ്പം ഇങ്ങനെയാണോ? കൗവിൻ്റെ ഒക്കെ ടെക്സ്ചർ മാറിയോ? ക്യാറ്റ്സൊക്കെ പഴയപോലെ. ഒരു ടൈപ്പിക്കൽ സവാന വില്ലേജ്. അത് അത്ര വലുപ്പമൊന്നുമില്ല, ഒത്തിരി കൃഷിയില്ല, സാധാ പോലെ കുറച്ച് വീറ്റ് മാത്രം. വീറ്റെടുത്താൽ സമയത്ത് ഇതിനകത്ത് ജസ്റ്റ് ഇല്ല. ഷീപ്പാണോ? ഷീപ്പാണത്? അല്ല, പിഗ്, പോർക്കല്ലേ? ഭയങ്കര ലാഗ്. നമ്മളതിനിപ്പോൾ ഇച്ചിരി ക്വാളിറ്റി ആ സംഭവമൊക്കെ കുറച്ചിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം വന്നാലും. നമ്മളെപ്പോഴും കുറയ്ക്കുന്ന ഒരു സാധനമുണ്ടല്ലോ. ഞാൻ തന്നെ തുറയില്ല. അപ്പോൾ ഇനിയിപ്പം വലിയ ലാഗ് കാണത്തില്ലായിരിക്കും. എൻ്റെ ഫുഡൊന്നും ചിക്കൻ ഇരുത്താണ്.
ഇത് ചിക്കനൊക്കെ കണ്ടോ, ബ്ലാക്ക് ഔട്ട്. ഇവിടെ ഒന്നും ഷീപ്പില്ലാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു ഷീപ്പ് കണ്ടുപിടിക്കണം. നല്ല ഒരു പ്ലെയിൻ സ്ഥലം. അതുകൊണ്ട് എനിക്ക് സവാന ബയോമിലൊന്നും അത് താല്പര്യമില്ല. ഒരുമാതിരി ഒരു യെല്ലോയിഷ് കളർ, ഒരു മാതിരി സ്ഥലമായിട്ടിരിക്കുന്നു. അതിലെ പ്ലെയിൻസ് പോകല്ലേ, ഒരു സ്വർഗത്തിലേക്ക് ഞാൻ യാത്ര നിർക്കൂ. എക്സ്പീരിയർ രണ്ടെണ്ണം കൂടി. ഇവിടെ ഒന്നും ഷീപ്പില്ല. ഇനി ഷീപ്പിനെ എവിടെ പോയി കണ്ടുപിടിക്കും? നല്ലൊരു പ്ലെയിൻ സ്ഥലവും കണ്ടുപിടിക്കണം, ഷേപ്പും കണ്ടുപിടിക്കണം. ഉണ്ടാക്കി വെച്ച് വൃത്തിയാക്കിയ ഒരു നല്ലൊരു വലിയ വീട്. പഴുതാമര കൊച്ചു വീട് വരത്താണ് വലിയൊരു വീട് പണിയണം. അതിന് പറ്റി നമുക്ക് കുറച്ച് നേരമൊക്കെ ബിൽഡൊക്കെ കാണും. ഇപ്പോൾ ഇത്ര ഹാങ് ഉണ്ടായിരിക്കും, പക്ഷേ കുറച്ചൊക്കെ കഴിയുമ്പോൾ വീടിനടുത്തോട്ട് ചെല്ലുമ്പോഴേ ഹാങ് ആയിട്ടിരിക്കണം. ഉദ്ദേശിച്ചത് ഗെയിമിൽ നമ്മൾ ഒത്തിരി ബിൽഡൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വർക്കിംഗ് ആയിട്ടുള്ള കുറേ ഫാം അങ്ങനെയുള്ള സംഭവം വന്നു കഴിയുമ്പം ലാഗടിക്കും. 35 GB എന്താണെന്ന് അറിയത്തില്ല. മുയലിൻ്റെ ടെക്സ്ചർ മാറ്റിയായിരിക്കല്ലോ. പറഞ്ഞ പോലെ മുയൽ സവാന ബയോമിൽ കാണത്തില്ല അല്ലേ? മുയലിൽ പിന്നെ ഡെസേർട്ടിലായിരിക്കും. എന്താ ഒരു ഷീപ്പ്. കൊന്നിട്ട് ഞാൻ വേറെണ്ണത്തെയും കൂടെ കണ്ടുപിടിക്കാം. ഇതില്ല ആകെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ മൈൻക്രാഫ്റ്റിൻ്റെ തന്നെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗെയിം റെക്കമെൻഡ് വല്ലതും ഉണ്ടെങ്കിലോ. കാരണം എനിക്ക് വേറെ ഇപ്പം വലുതായിട്ട് ഗെയിമൊന്നും കളിക്കാറില്ല. നമ്മളിപ്പോൾ മൈൻക്രാഫ്റ്റ് പ്ലേ സ്റ്റോറിൽ ഈ നേരത്തെ 600 സംതിങ് ആയിരുന്നു മൈൻക്രാഫ്റ്റിന്. ഇപ്പം 29 രൂപയ്ക്ക് മൈൻക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്. അതും ബേറ്റയായി വന്നത്. അതുകൊണ്ട് അങ്ങനെ വന്നതൊന്നും എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. 29 രൂപക്ക് ബേറ്റ വേർഷൻ മൈൻക്രാഫ്റ്റ് പ്ലേ സ്റ്റോറിൽ. ഇത് കൊള്ളാം. ഫയർഫ്ലൈ ഉള്ളത് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടി വെക്കാൻ പറ്റും. ഷിപ്പം അതവിടെ ഇരിക്കട്ടെ. എൻ്റെ കയ്യിരുന്ന് ഞാൻ വല്ലതും ചത്ത് കഴിയുമ്പോൾ അതും പോകും.
ഷേപ്പ് ഒരെണ്ണം പ്ലീസ് ഇവിടെ നിന്നെങ്കിലും ഒന്ന് പൊട്ടി മുളച്ച് വരൂ. ഒരൊറ്റ ഷീപ്പ്. ലാസ്റ്റത്തെ ഷീപ്പിനെ ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ബെഡ് ഇവിടെ നമ്മൾ ഉണ്ടാക്കും. നമുക്കൊരു ഓക്ക് ട്രീ വേണം. അക്കേഷ്യയോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഓക്ക്, ബിർച്ച് അതൊക്കെയാണ് എനിക്ക് താല്പര്യം. ബിർച്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ട് അത് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കാണെങ്കിൽ കുറച്ച് വയ്യ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിൻ്റെ ലീഫിൻ്റെ ഇടയ്ക്ക് അതിന് ഈ വുഡ് ഇതാവും. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ സ്ട്രൈറ്റ് ഒരൊറ്റ മരം. അങ്ങനെ മരം വെട്ടി നമുക്കടുത്ത ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. വേറെ ഒന്നും ചെയ്യുന്നില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ വരട്ടെ. ഇത് പണ്ടത്തെ പോലെ ലോങ് പ്രസ്സൊക്കെ ഭയങ്കര പാടാണ്. ഇപ്പം ഡൈ 3 റെഡ് കളർ വൂള്, ബെഡ് റെഡ് കളർ. നമ്മൾ ഫസ്റ്റായിട്ടുണ്ട് റെഡ് കളർ ബെഡ്. നമ്മൾ ഒരു ദിവസം ഇത് കളിച്ചിട്ടുണ്ട്. ഇത് 2ാമത്തെ ദിവസത്തിൽ തുടക്കം തന്നെ നമുക്ക് ഒരു ബെഡ് റെഡിയായി. അടുത്ത നമുക്ക് വീടിന് വേണ്ടിയിട്ട് സ്ഥലം കണ്ടുപിടിക്കാം. ഇവിടെ സ്ഥലം ഇവിടെ നേരത്തെ സൈഡിലെങ്ങാനാണ് ചിലപ്പം റിവറിൻ്റെ അക്കരെ ഒരു നല്ലൊരു സ്ഥലം കണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടെയൊക്കെ വെട്ടിത്തെളിച്ചെടുത്താൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നട്ട് വളർത്താനാണ്. സിമ്പിളായിട്ട് നമുക്ക് ഒരൊറ്റ നിലയിൽ തന്നെ വെട്ടിയെടുക്കാം. ഒരെണ്ണം വെട്ടുമ്പോൾ നമുക്ക് 6-7 ലോഗ് കിട്ടും. നമുക്കൊരു സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. ബിർച്ചിൻ്റെ കൊണ്ട് നമ്മൾ കണ്ട് നേരത്തെ ലക്ഷ്യമിട്ട സ്ഥാനത്തേക്ക് പോകാം. ആ റിവറിനപ്പുറമുള്ള സ്ഥലം നമ്മൾ നേരത്തെ ലക്ഷ്യമിട്ടിരുന്നതാണ്. ലക്ഷ്യം എന്ന് പറയാനില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നതാണ്. കുറച്ച് വൃത്തിയാക്കിയാൽ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. നമ്മൾ അങ്ങനെ അപ്പുറം നീന്തി കിടന്നു. ഇനി നമുക്ക് ഷുഗർ കേക്ക്
കുറച്ച് കഴിഞ്ഞിട്ട് കാരണം ഇനി ആവശ്യമാണ് ഷുഗർ കെയിനൊക്കെ. ഷുഗർ കെയിൻ ബേസിനടുത്ത് എന്തായാലും ഇപ്പം നട്ടതാണ്. സൈഡിലോട്ട് വെച്ച് പോകണം. കാരണം എപ്പോഴാണ് ഇതിന് ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. കാരണം അവൻ 2 വില്ലേജറിനെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ പേപ്പറാക്കി കാശ് എടുക്കാൻ, അതാണ് ഏറ്റവും വലിയ ഉപയോഗം. പിന്നീട് നമ്മൾ എൻചാൻറ്റ്മെൻറ്റ് ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒത്തിരി ബുക്കൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ആ ടൈമിലത്തേക്ക് ഷുഗർ കെയിന്, ലെതർ നമുക്ക് ഒത്തിരി ആവശ്യമുണ്ട്. ഇവിടുത്തെ നമ്മൾ കുറേ വൃത്തിയാക്കാനുണ്ട്. അതിനൊരു ഇച്ചിരി മരങ്ങളൊക്കെ വെട്ടി മാറ്റി സെറ്റാക്കി നമുക്കവിടെ വീട് പണിയാം. ബട്ട് നമ്മൾ എന്നാലും ഇവിടെ വേറെ നല്ല സ്ഥലം ഉണ്ടോ നോക്കുന്നത് നല്ലതായിരിക്കും. കാടാണല്ലോ, കാടിനകത്ത് നല്ല സ്ഥലം അങ്ങനെ ഉണ്ടായിരുന്ന എങ്ങനെ ആയാലും മതിയായിരുന്നു. കാടിനകം കുറച്ച് വെട്ടിത്തെളിച്ച് ഒരു ബേസ്. എന്താണേലും നമുക്കൊരു വീട് പണിയണം. ഈ സ്ഥലം നമ്മൾ നേരത്തെ കണ്ടതും കുഴപ്പമില്ല. അങ്ങോട്ട് തന്നെ പോയി നോക്കട്ടെ. അപ്പോൾ നമുക്കിവിടെ ഇനി വേറെ വലുതായിട്ടൊന്നും ഇവിടെ കാണിക്കാനില്ല. ഇതെല്ലാം ഇനിയിപ്പോൾ ഒന്ന് ഫ്ലാറ്റാക്കി, ഇതാണെന്ന് തോന്നുന്നു സീ ലെവൽ 23ാമത്തെ ബ്ലോക്ക്. അപ്പം അത് ഫ്ലാറ്റാക്കിയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വേണമെങ്കിൽ ബാക്കി കാണിക്കാം. വേറെപ്പം ചെയ്യാനില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.